ഒരു ഈദ് സ്പെഷ്യലായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് കളക്ഷൻ ആണ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വെറും 795 വിത്ത് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. ഇത് ഫുള്ളും വർക്കാണ്, കണ്ടില്ലേ? നല്ല ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്കും എംബ്രോയിഡറി ഒക്കെ മിക്സ്ഡ് ആണ്. വിചിത്രയാണ് ടോപ്പിന്റെ ഫാബ്രിക് ആൻഡ് നമ്മുടെ ഓൺ ഡിസൈനും ആണ്. അതുകൊണ്ട് തന്നെ 2.6 ടാപ്പ് ലെങ്ത്, ദുപ്പട്ട 2.4 ഉണ്ട്. ദുപ്പട്ടയിലും നല്ല വർക്ക് ഉണ്ട്. ഫുൾ നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഡീറ്റെയിൽസ് നോക്കാം. സോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ. നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ്. നമുക്ക് 795 റേഞ്ചിൽ ഒരുപാട് ഐറ്റംസ് കിട്ടും. ബട്ട് നമ്മുടെ ഓൺ ഡിസൈൻസ് വരുമ്പം അതിന് നല്ല വിട്ടും കൂടുതലാണ്, ലെങ്ത്തും കൂടുതലാണ്. മാർക്കറ്റിൽ വെച്ച് നോക്കുമ്പം മാർക്കറ്റ് ഫാബ്രിക്സ് വെച്ച് നോക്കുമ്പം ആ ഒരു റേഞ്ചിൽ നമുക്ക് ഇതുണ്ടോ നല്ല ലെങ്തും വിട്ടും ഉണ്ട്. ആൻഡ് ഇതുണ്ടോ അത്യാവശ്യം നല്ല വർക്കും ഉണ്ട്. ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇതുണ്ടോ ദുപ്പട്ട വരുമ്പോഴും വർക്ക് ഉണ്ട്. നമ്മുടെ ഒരു ഈ സ്പെഷ്യൽ വർക്ക് തന്നെയാണ് അതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ തലക്കൂടെ റാപ്പ് ചെയ്തൊക്കെ ഇടുമ്പോഴും ആ വർക്ക് വരുന്നുണ്ട്. ടോപ്പ് ദുപ്പട്ട വിചിത്ര ഫാബ്രിക് വിത്ത് സെറി ആൻഡ് സീക്വൻസിങ് വർക്കും ടോപ്പിൽ ചെറിയൊരു ബീഡ്സും കൂടെയുള്ള വർക്ക് ഉണ്ട്. ഇതാണ് ലുക്ക്. സോ അപ്പോൾ ഇതിൻ്റെ നെക്ക് പാറ്റേൺ കണ്ടോ? നമുക്ക് ഓൾറെഡി ഒരു ഫോം നമ്മൾ കൊടുത്തിട്ടാണ്. വേണമെങ്കിൽ ലിങ്ക് അതിനെ ഒരു വൈഡ് റെക്ടാങ്കിൾ നെക്കോ അല്ലെങ്കിൽ ഒരു യു ഷേപ്ഡ് നെക്കോ ആക്കാൻ പറ്റും. ഓൾറെഡി നമ്മൾ ഇനി അതിലും വൈഡ് ആക്കണമെങ്കിൽ ഈ ബോർഡർ വർക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് പോയാൽ വൈഡ് ആയിട്ടുള്ള ഒരു റൗണ്ട് ഓർ എങ്ങനത്തെ നെക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇതാണ് എൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. ഇത് വർക്ക് ഇത്തിരിയുടെ കയറും, ഇങ്ങനെ വരും. യോക്ക് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് യോക്ക് പോർഷനിൽ വർക്ക് വിത്ത് ദുപ്പട്ടയിലും ചെറിയ ചെറിയ വർക്ക്സ് വിത്ത് സ്കാലപ്ഡ് ആണ് പാറ്റേൺ കൊടുത്തേക്കുക. സെയിം കളറിൽ ബോട്ടം 2.6 ടോപ്പ് ലെങ്ത്, ദുപ്പട്ട 2.4. നമ്മുടെ ഓൺ ഡിസൈൻ ആണ്. വെറും 795 പ്രൈസ്. ആൻഡ് അത് കൂടാതെ ഇതിൻ്റെ കളേഴ്സും ഓരോന്നും നമ്മൾ വളരെ സെലക്റ്റീവായിട്ട് കൊടുത്തേക്കുന്ന കളേഴ്സാണ്. അതുകൊണ്ട് ഏതെടുത്താലും നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിരിക്കും. നമ്മൾ സാധാരണ വേറെ ഡിസൈൻസ് നോക്കുമ്പോൾ അതിൽ 1-2 നമുക്കധികം ഇഷ്ടമില്ലാത്ത കളേഴ്സ് ചിലപ്പം വരും. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോ ടൈംസും നമ്മൾ വേറെ ഡിസൈൻസ് റീസ്റ്റോക്ക് കൊടുക്കുമ്പം നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് ഏത് കളേഴ്സാണ് കൂടുതൽ വേണ്ടതെന്ന് അറിയാം. അപ്പോൾ ആ കളേഴ്സ് മാത്രമാണ് ഈ ഡിസൈൻസിൽ നമ്മൾ കൊടുത്തേക്കുക. ഇതാണ് അടുത്ത കളറിൻ്റെ ലുക്ക്. സോ അപ്പോൾ അടുത്തത് ഈ ഒരു ഒണിയൻ്റെ ബേസ് ആയിട്ട് നിൽക്കുന്ന കളറാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ തലയെക്കൂടിയൊക്കെ റാപ്പ് ചെയ്യുമ്പം ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് വേണം. നോർമൽ മാർക്കറ്റ് ഡിസൈൻസിലെ ലെങ്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റാപ്പ് ചെയ്ത് വരുമ്പോൾ അങ്ങനെ താഴോട്ട് ഇങ്ങനെ കിടക്കാനായിട്ടൊന്നും കാണില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസൈൻസിൽ വരുമ്പം ഇത് കണ്ടോ, ഫ്രണ്ട് നോക്കിയാൽ അത് അത്യാവശ്യം നല്ല പൊക്കമുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഈ ഫ്രണ്ട് വശം ഇവിടെ ഉണ്ട്, ഇതുണ്ടോ ബാക്ക് സൈഡും കണ്ടോ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഓൺ ഡിസൈൻസിനെല്ലാം നല്ല ലെങ്തും വിട്ടും ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിലും നല്ല ദുപ്പട്ടയൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാനും പറ്റും. സോ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. അപ്പം ഇതിലെ കളേഴ്സ് എല്ലാം ഓരോന്ന് കണ്ടപ്പോഴും മനസ്സിലായില്ല. ഓരോ കളേഴ്സും വളരെ സെലക്റ്റീവായിട്ട് പോയേക്കുന്ന മൂവിങ് കളേഴ്സാണ്. പിന്നെ പേസ്റ്റൽ ഷെയ്ഡ്സും നമ്മൾ ഇങ്ങനത്തെ സെറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. കൂടുതൽ ഇങ്ങനെയുള്ള ഐറ്റംസിൽ പാർട്ടി വെയർ ആയിട്ട് വരണമെങ്കിൽ ഡാർക്ക് ഷെയ്ഡ്സിൽ ഇങ്ങനത്തെ വർക്ക് വന്നാലേ ആ ഒരു ലുക്ക് വരുള്ളൂ. ലൈറ്റ് ഷെയ്ഡ്സ് വരുമ്പം, അതായത് ഫുൾ വർക്ക് വരുന്നതിനാണ് ലൈറ്റ് ഷെയ്ഡ്സ് എപ്പോഴും നല്ലത്. ഇതുപോലെ വർക്ക് വരുമ്പം എപ്പോഴും ഡാർക്ക് ഷെയ്ഡ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാർക്ക് ഷെയ്ഡ്സ് ആണ്. ഇത്രയും കളർ ഷെയ്ഡ്സേ ഉള്ളൂ. 795 ആണ് പ്രൈസ് വരുന്നത്. വെബ്സൈറ്റ് ഓർ വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. വിചിത്ര ഫാബ്രിക്. താങ്ക് യു.